പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് സ്പോട്ട് ലൈവിന് പരിശോധിക്കുന്നത്. അമ്മു സജീവന്റെ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. അമ്മുവിന്റെ അച്ഛൻ രേഖാമൂലം പരാതി നൽകിയിരുന്നെന്നും 3 കുട്ടികൾക്ക് മെമ്മോ നൽകിയെന്നും കോളേജ് പ്രിൻസിപ്പാൾ അബ്ദുൽ സലാം പറഞ്ഞു. ആത്മഹത്യ ചെയ്യാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ക്ലാസ് ടീച്ചർ സ്മിത ഖാനും പ്രതികരിച്ചു. കോഴ്സ് തീരുന്നതുമായി ബന്ധപ്പെട്ട് കുട്ടികളെ ടൂറിന് പോകണമെന്നൊരു ഞാനതിനകത്ത് യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ നിയമപ്രകാരം മാക്സിമം സ്ട്രെസ് റിഡക്ഷൻ എന്നുള്ളൊരു സംഭവമാണ് ടൂറിനൊക്കെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഒത്തിരി അതിനെ നമ്മൾ അവസാന തത്വത്തിൽ അംഗീകരിച്ചു. ടീച്ചർ ക്ലാസ്സിൽ ഈ കുട്ടിയെ ടൂർ കോർഡിനേറ്ററായിട്ട് നിയമിച്ചു. അതുമായി ബന്ധപ്പെട്ട് 2 കുട്ടികൾ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ ഭിന്നത ഉണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഒരു 25-ാം തീയതി ഞാൻ നോക്കിയത്, 25 27 സൺഡേ ആണ് അച്ഛനൊരു ഒഫീഷ്യൽ മെയിൽ എൻ്റെ വാട്സാപ്പിലേക്ക് ഒരു ഇതിട്ടു, മെയിലിലേക്ക് ഇട്ടു. അടുത്ത ദിവസം തന്നെ ഞാൻ രാവിലെ ഇവിടെ വന്ന് ടീച്ചേഴ്സിൻ്റെ ചെറിയൊരു മീറ്റിംഗ് കൂടി ഒരു എൻക്വയറി കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടീച്ചറിനെ ചെയർമാനാക്കി. ഇങ്ങനെ അന്നേനെ അവർ ഈ ബന്ധപ്പെട്ട ആൾക്കാർക്കൊക്കെ കുട്ടികൾക്കൊക്കെ മെമ്മോ കൊടുത്തു. പിന്നെ അവർ വാദങ്ങൾ കേട്ടു. ഇതിൽ ഇനി ആ പ്രശ്നമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ, കാരണം 1 മാസത്തെ കോഴ്സ് തീരാനുള്ളൂ, അവർ മുന്നോട്ട് പോകുമെന്നുള്ള ഒരു ഉറപ്പ് നൽകിയുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പ്രശ്നം തീർന്നുള്ള രീതിയിലാണ് നമ്മളെല്ലാം നിന്നത്. നമുക്കൊന്നിനും ഒരു തെളിവില്ലാതെ നിങ്ങൾ ആരെയും ഫോക്കസ് ചെയ്യരുത്. നിങ്ങൾ 50 കുട്ടികൾ, ആ കുട്ടിയെ നിങ്ങൾ പറഞ്ഞ വെച്ചാൽ ഞാൻ ആ കുട്ടിയെ തള്ളില്ല, 50 കുട്ടികൾ ഒരുപോലെയാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നും പർട്ടിക്കുലർ പറയാനൊന്നുമില്ല. ഈ കുട്ടിയും ചാടാൻ വേണ്ടിയുള്ള ഇഷ്യൂസ്, കാരണം ആ കുട്ടികൾ ഒതുങ്ങി പോവാണ് മറ്റുള്ള കുട്ടികൾ. ആ കുട്ടിക്ക് ഒരു ഇഷ്യൂ, കാരണം ഈ കുട്ടി ആരോടും മിണ്ടാത്തൊരു കുട്ടി. അപ്പോൾ നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്തേ കൊണ്ടുപോയിട്ടുള്ളൂ. ആദ്യം മുതലേ ഇങ്ങനെ മിണ്ടാതിരിക്കാണ്ട് അങ്ങനെ ഒരു കുട്ടിയാണ് ക്ലാസ്. വിശദാംശങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, അമ്മുവിന്റെ ഈ നഴ്സിംഗ് പഠനം പൂർത്തിയാകാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. അതിനിടെയാണ് ഇത്രയും ദാരുണമായൊരു സംഭവം ഉണ്ടായത്. ഈ മരണം നടക്കുന്ന ദിവസം അന്ന് വൈകിട്ട് അമ്മു മാതാപിതാക്കളുമായും സഹോദരനുമായും സംസാരിച്ചു വരുന്നെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് അമ്മു ആത്മഹത്യ ചെയ്യില്ല, ആ രീതിയിൽ യാതൊരു അമ്മുവിന്റെ സംസാര രീതിയിലൊന്നും അത്തരമൊരു സംശയം ജനിപ്പിക്കുന്ന, അമ്മുവിനെ സംബന്ധിച്ച് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാകുന്ന യാതൊരു കാര്യങ്ങളോ അമ്മു പങ്കുവച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ മരണത്തിന് കുടുംബം ദുരൂഹത ആരോപിക്കുന്നത്. നിലവിൽ പോലീസ് ഈ കേസിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നുണ്ട്. ഈ പരാതിയിൽ പറയുന്ന 3 കുട്ടികളെ ഉടൻ തന്നെ പോലീസ് ചോദ്യം ചെയ്യുമോ? ടോം, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ അമ്മു സജീവൻ പത്തനംതിട്ടയിലെ ഒരു സ്വകാര്യ ഹോസ്റ്റലിൽ നിന്നും വീണ് മരിക്കുന്നതായി അറിയുന്നത്. തുടർന്ന് വീട്ടുകാരെ, വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോളേജ് അധികൃതരും അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ദുരൂഹതകളാണ് കുടുംബം ആരോപിക്കുന്നത്. കാരണം കോളേജിലെ ഈ അമ്മു സജീവനും അതുപോലെ തന്നെ സഹപാഠികളായ ആളുകളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അത് പലപ്പോഴും അത് മാനസികമായി അമ്മുവിനെ തകർക്കുകയും മാനസിക പീഡനം അനുഭവിക്കേണ്ടി വന്ന സാഹചര്യത്തിലാണ് അമ്മു ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നതാണ് കുടുംബത്തിന്റെ പ്രധാന ആരോപണം. ഹോസ്റ്റലിൽ നിന്ന് വീണ് മരിക്കുന്ന ആ ദിവസം തന്നെ ഈ സഹപാഠികളായ വിദ്യാർത്ഥികൾ അമ്മുവിന്റെ റൂമിൽ അതിക്രമിച്ച് കയറിയതായും വീട്ടുകാർ ആരോപിക്കുന്നുണ്ട്. പക്ഷെ അക്കാര്യങ്ങളെല്ലാം കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്നാലും പ്രധാനമായും കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോളേജിൽ ഈ 4ാം വർഷ വിദ്യാർത്ഥിയാണ് അമ്മു. 1 മാസം കൂടിയുള്ളൂ ഈ പഠനം അവസാനിക്കാൻ. അതുകൊണ്ട് തന്നെ ഈ നഴ്സിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാനുള്ള ദിവസം ഇനി ചുരുങ്ങിയ നാളുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മു ഈ കുട്ടികളുമായി സഹപാഠികളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അമ്മുവും ഈ സഹപാഠികളായ ആളുകളുമായി ചില പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടായിരുന്നത് പ്രിൻസിപ്പൽ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ചതായും ആ കുട്ടികളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കുകയും ചെയ്തു. അതിനിടയിലാണ് ഇവര് ടൂർ പോകുന്ന ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്ററായി അമ്മുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അമ്മു സജീവനാണ് അതിന്റെ കോർഡിനേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ തെരഞ്ഞെടുക്കുന്ന വേളയിൽ ഈ വിദ്യാർത്ഥികളിൽ ചിലർ, ഭൂരിഭാഗം പേർക്കും അഭിപ്രായം അമ്മുവിനെ തന്നെ ആയിരുന്നു. പക്ഷേ ഈ ചില വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. അത് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതിനിടയിലാണ്
ഈ അമ്മു പരാതി എന്ന നിലയ്ക്ക് അച്ഛനോട് വിളിച്ച് എനിക്ക് ഇത്തരത്തിൽ മാനസിക പ്രശ്നമുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിലും എനിക്ക് സഹപാഠിയിൽ നിന്ന് മാനസിക പ്രശ്നമുണ്ടെന്ന് വിളിച്ചറിയിക്കുകയും അത് രേഖാമൂലം അമ്മുവിന്റെ അച്ഛൻ സജീവൻ പ്രിൻസിപ്പലിന് രേഖാമൂലം മെയിലായി അയക്കുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ പിതാവിനെയും വിളിച്ചിട്ട് കോളേജിലെ വിദ്യാർത്ഥികളെ മുഴുവൻ പേരെയും വിളിച്ചത് സംസാരിക്കാൻ പ്രിൻസിപ്പൽ തീരുമാനിക്കുകയും മറ്റൊരു തീരുമാനം എടുക്കുകയും ചെയ്തു. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചപ്പോൾ അമ്മുവിന്റെ പിതാവിന് സജീവന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എങ്കിലും വിദ്യാർത്ഥികൾ വിളിച്ചത് എല്ലാം പരിഹരിച്ചതാണ് കോളേജിലെ പ്രിൻസിപ്പലും ഒപ്പം ക്ലാസ് ടീച്ചറും വ്യക്തമാക്കുന്നത്. അത്തരം പ്രശ്നങ്ങളെല്ലാം കുട്ടികൾക്കിടയിൽ സാധാരണ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ്. അത് പരസ്പരം പറഞ്ഞ് വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കുകയും 3 വിദ്യാർത്ഥികൾക്ക് അമ്മുവിനോട് ഈ പ്രശ്നം ഉണ്ടായെന്ന് പറയുന്ന 3 വിദ്യാർത്ഥികൾക്ക് മെമ്മോ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രിൻസിപ്പൽ വ്യക്തമാക്കുന്നത്. അതിനിടയിലാണ് അമ്മുവിന്റെ മരണം നടക്കുന്നത്. എന്തായാലും അമ്മുവിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള നിലപാടിൽ തന്നെയാണ് കുടുംബമുള്ളത്. കാരണം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അമ്മുവിനുണ്ടായിരുന്നില്ല. അന്നത്തെ ദിവസങ്ങളിലൊക്കെ അമ്മ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു, സംസാരിച്ചിരുന്നു. അത്തരം ഫോൺ സംഭാഷണങ്ങളൊന്നും തന്നെ ഇത്തരത്തിലൊരു മാനസിക പ്രശ്നമുള്ളതായ രീതിയിൽ അറിയില്ല. അപ്പം സ്വാഭാവികമായും ഈ അമ്മുവിന്റെ മരണം ഈ കുട്ടികളുടെ മാനസികമായ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ കോർഡിനേറ്ററുടെ ഭാഗത്ത് ഈ മാതാപിതാക്കൾ കുടുംബം പറയുന്നതനുസരിച്ച് അന്ന് വൈകിട്ട് അമ്മ മരിക്കുന്നത് വെള്ളിയാഴ്ചയാണ്. അന്ന് വൈകിട്ട് 4 മണിക്ക് മാതാപിതാക്കളുമായും സഹോദരനുമായും ഫോണിൽ സംസാരിച്ചിരുന്നുവെന്ന് പറയുന്നു. രാത്രിയോടെ മരണം സംഭവിക്കുന്നു. ഈ സമയത്തിനിടെ അതായത് ഈ അച്ഛനും അമ്മയുമായി ഫോണിൽ സംസാരിച്ചതിന് ശേഷം സഹപാഠികളുമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? അങ്ങനെ ഈ ഹോസ്റ്റൽ മുറിയിലുള്ളവർ അത്തരം എന്തെങ്കിലും വിവരങ്ങൾ അധ്യാപകരുമായോ പോലീസുമായോ പങ്കുവെക്കുന്നുണ്ടോ? പോലീസ് അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് പ്രധാനമായി നടത്തുന്നത്. അമ്മുവിനെ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം എന്താണെന്നുള്ള കണ്ടെത്തുകയാണ് പോലീസ് പ്രധാനമായും ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നത്. ഇന്ന് കോളേജിലെത്തി പ്രിൻസിപ്പലിന്റെയും മൊഴിയെടുക്കുകയും ഒപ്പം സ്കൂൾ ടീച്ചർ കോളേജ് അമ്മുവിന്റെ ടീച്ചറിന്റെ മൊഴിയെടുക്കുകയും ചെയ്തു. എന്തായാലും അമ്മുവിന്റെ മരണത്തിൽ ഒരു ദുരൂഹത ഉണ്ടെന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് ഒരു ആത്മഹത്യയാകാം എന്ന നിഗമനമാണ് പോലീസിനുള്ളത്. കാരണം അത്തരം സാഹചര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമ്മു ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ഫോൺ സന്ദേശം ഉൾപ്പെടെ അമ്മുവിന്റെ ഫോൺ വിളികൾ, തിരിച്ചു വന്നിട്ടുള്ള കോളുകൾ, വിദ്യാർത്ഥികളുടെ മൊഴികൾ ഇതെല്ലാം എടുത്തതിന് ശേഷമായിരിക്കും ഒരു നിഗമനത്തിൽ എത്തുക. എന്തായാലും പ്രാഥമികമായുള്ള പോലീസിന്റെ നിഗമനം ആത്മഹത്യയും തന്നെയാണ്. പക്ഷേ ഈ മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിക്കുന്ന സാഹചര്യത്തിൽ അത് അടിസ്ഥാനപ്പെടുത്തിയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അതിന് അധ്യാപകരുടെ മൊഴിയെടുക്കുക, ഒപ്പം പ്രിൻസിപ്പലിന്റെ മൊഴിയെടുക്കുക, സഹപാഠികളായ ഈ അമ്മുവിന് പ്രശ്നമുണ്ടായി എന്ന് തർക്കമുണ്ടായ അമ്മുവായി പ്രശ്നമുണ്ടായിട്ടുള്ള 3 വിദ്യാർത്ഥികളുടെ മൊഴികൾ എടുക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാമാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത്. എന്തായാലും ഇന്ന് പോലീസ് കോളേജിലെത്തി പ്രിൻസിപ്പലിന്റെയും അതുപോലെ തന്നെ അമ്മുവിന്റെ അധ്യാപകരുടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കുട്ടികളുടെ മൊഴികൾ കൂടി എടുക്കും. എന്തായാലും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോളേജിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പ്രിൻസിപ്പൽ തന്നെ പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികളുടെയും ഈ പ്രശ്നമുണ്ടാക്കിയ 3 വിദ്യാർത്ഥികളെയും വിളിച്ച് പ്രശ്നപരിഹാര നിലയ്ക്ക് മെമ്മോ നൽകുകയും ചെയ്തു. അന്വേഷണം നടത്തിയതിനു ശേഷം കോളേജ് തലത്തിലുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇവർക്ക് ഈ മെമ്മോ നൽകുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് ഈ അമ്മു മരിക്കുന്ന ദിവസം അമ്മു കോളേജ് ഹോസ്റ്റലിൽ നിന്ന് വീണ് ചാടി മരിച്ചെന്നുള്ള ആരോപണമാണ് കുടുംബം വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ മാനസിക സംഘർഷത്തിന്റെ ഭാഗമായിട്ടാണ് അമ്മു ഹോസ്റ്റലിൽ നിന്ന് ചാടി മരിച്ചത്. ആ മരിക്കുന്ന സമയത്ത് ഈ സഹപാഠികളായ വിദ്യാർത്ഥികൾ അമ്മുവിന്റെ മുറിയിലെത്തിയെന്നും പറയപ്പെടുന്നു. ഒപ്പം ഈ ആശുപത്രിയിൽ എത്തിക്കുന്ന കാര്യത്തിലൊക്കെ വൈകിട്ടുണ്ട്. ഇത്തരം ആരോപണങ്ങൾ വെക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ കുടുംബം മുന്നോട്ട് വെക്കുന്നു. കാരണം ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം അമ്മുവിനില്ല, മറ്റു വിഷയങ്ങളൊന്നുമില്ല. പഠനം അവസാനിക്കുന്ന സമയമാണ്, സീനിയർ വിദ്യാർത്ഥിയാണ്. അതുകൊണ്ട് കുടുംബ പശ്ചാത്തലത്തിലൊന്നും തന്നെ ഒരു മാനസിക സംഘർഷം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അമ്മു സജീവനില്ല. അതുകൊണ്ട് സഹപാഠികളുടെ മാനസിക പീഡനമാണ് അമ്മു ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന ഒരു ഉറച്ച നിലപാടിലാണ് കുടുംബം നിൽക്കുന്നത്. പക്ഷെ പോലീസ് അത്തരത്തിലുള്ള കാര്യങ്ങൾ എത്തുന്നതിന് വേണ്ടി ആണ് അത് ശരിയാണോ അതോ അത്തരം കാര്യങ്ങളാണോ അമ്മുവിന്റെ ആത്മഹത്യ കാരണം, അതോ ഇനി മറ്റു വല്ല കാരണങ്ങളാണോ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ആ ഫോൺ വിളി രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നത്. അതിന്റെ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കിട്ടിയതിനു ശേഷമേ അന്തിമ റിപ്പോർട്ടിലേക്ക് മരണം എന്ത് കാരണത്തിലാണ് അമ്മു ആത്മഹത്യ ചെയ്തെന്നുള്ള കാരണത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ ഇപ്പോഴും കോളേജിലെ വിദ്യാർത്ഥികളെ ഈ പ്രശ്നമുണ്ടായ വിദ്യാർത്ഥികളുമായുള്ള കാര്യങ്ങളെല്ലാം പോലീസ് മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. 3 വിദ്യാർത്ഥികളുമായി അമ്മു ആത്മസുഹൃത്തുക്കളാണെന്നാണ് ടീച്ചർ വ്യക്തമാക്കുന്നത്. അവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഇടയ്ക്കുണ്ടായിരുന്നു. പക്ഷേ ഇവർ 3 പേരും 4 പേരും ഒറ്റക്കെട്ടായി സുഹൃത്തുക്കളായിട്ടാണ് ഇരുന്നിട്ടുള്ളത്. ചില പ്രശ്നങ്ങൾ കോളേജിൽ ഉണ്ടാകുന്ന സർവ്വസാധാരണമായ ചില പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം പരിഹരിക്കപ്പെട്ടു എന്നാണ് ഈ കോളേജിലെ അമ്മുവിന്റെ അധ്യാപിക കൂടി വ്യക്തമാക്കുന്നത്. പ്രിൻസിപ്പലും അത്തരത്തിലാണ് പറയുന്നത്. വ്യക്തമാണ്. പത്തനംതിട്ടയിൽ ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശശിനാരായണൻ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ
പരാതിയുണ്ട്. ഇതിൽ അമ്മുവിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് അവർ ആരോപിക്കുന്നതിൽ പ്രധാനമായും 3 സഹപാഠികൾക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. ഈ സഹപാഠികളുമായി അമ്മുവിന് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതായിരിക്കാം മരണത്തിന് കാരണമായതെന്നാണ് കുടുംബത്തിന്റെ പരാതി. മംഗളൂരുവിൽ എഞ്ചിനീയർ